എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾക്ക് എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു SSLC പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതിൽ എത്ര വിദ്യാർത്ഥികൾ ജയിച്ചു, എത്ര വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യോഗ്യത നേടി, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു, അതായത് ഏതെങ്കിലും സബ്ജക്റ്റുകളിലൊക്കെ ഫെയിൽഡ് ആയത് കാരണം പരാജയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ കിട്ടി, അതുപോലെ തന്നെ ഏത് ജില്ലയിലാണ് കൂടുതൽ A+ ഉള്ളത്, അതുപോലെ തന്നെ ഏത് ജില്ലയിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് കൂടുതൽ A+, അതുപോലെ ഫുൾ A+ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുള്ളത്, അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് പരീക്ഷ എഴുതിയതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും, അതുപോലെ തന്നെ SSLC സേ പരീക്ഷ, അതുപോലെ SSLC എക്സാമിൻ്റെ റിസൾട്ടിന് ശേഷമുള്ള റീവാലുവേഷൻ, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയെക്കുറിച്ചും, അതുപോലെ തന്നെ +1 പ്രവേശന നടപടികൾ മെയ് 14 മുതൽ ആരംഭിക്കുന്നതിനെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽസുകൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി വൈകുന്നേരം 3 മണിയോടെ വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം വൈകുന്നേരം 4 മണിയോടെയാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിയോടെ നിങ്ങൾക്ക് വിവിധ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയും അതുപോലെ വിവിധ വെബ്സൈറ്റുകൾ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തേത് parishavavan.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റാണ് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് പരിശോധിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റുകളുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഈ ഒരു വിവിധ റിസൾട്ട് അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ SSLCയിൽ തന്നെ SSLC മാത്രമല്ല, SSLC ഉണ്ട്, അതുപോലെ SSLC HI ഉണ്ട്, അതുപോലെ THSLC ഉണ്ട്, THSLC HI ഉണ്ട്, അതുപോലെ തന്നെ AHSLC ഉണ്ട്, അതുപോലെ തന്നെ ഇത്രയും SSLCകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ ലിങ്കുകളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ലിങ്കിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റിസൾട്ട് അറിയാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പരീക്ഷാഭവൻ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫലം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. നിങ്ങളുടെ റിസൾട്ട് SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ SSLC പരീക്ഷ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് താഴെയായിട്ട് ഫലം കാണുക എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ സേ പരീക്ഷയുടെ ആ ഒരു ലിങ്ക് കാണിച്ചു തരാം. ഇതാണ് SSLC മെയ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ചത് 2024 അപ്പോൾ നിങ്ങൾക്ക് ഫലം കാണുക എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് റിസൾട്ടിൻ്റെ പേജ് ഉണ്ടാവുക. റിസൾട്ടിൻ്റെ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും SSLC സേ എന്നാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു SSLC റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾക്ക് SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇത് സേയുടെ ലിങ്കാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ലിങ്ക് വരുന്ന സമയത്ത് SSLC എക്സാം പരീക്ഷാ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഫലം കാണുക എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് അതായത് SSLC റിസൾട്ടിൻ്റെ പേജിലേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട്സ് എന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഓപ്ഷൻ ഉള്ളതുപോലെ തന്നെ ആ ഒരു പേജിലുണ്ടാവും. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗമുണ്ടാവും. അതുപോലെ വ്യൂ റിസൾട്ട് എന്നുള്ളൊരു ലിങ്കും ഉണ്ടാവും. ജസ്റ്റ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് താഴെയായിട്ട് ലിസ്റ്റായിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. മാർക്ക് എന്ന് പറയുമ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ അതുകൊണ്ട് തന്നെ ഗ്രേഡ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ സുഹൃത്തിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ അവരുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അറിയാമെങ്കിൽ ചെക്ക് റിസൾട്ട് അനദർ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പോവും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഈ ഒരു രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സുഹൃത്തിൻ്റെ റിസൾട്ട് അറിയാം. അതുപോലെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാകും, ക്ലോസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെയുള്ള ആ ഒരു ഫലം എന്നുള്ള ആ ഒരു പേജിലേക്ക് പോകുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ അറിയാം എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വൈസ് സിമ്പിളായിട്ട് മനസ്സിലാക്കാം.
അപ്പോൾ SSLCയുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൈറ്റിൻ്റെ വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. കൈറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് result.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ SSLC റിസൾട്ട് പരിശോധിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗമുണ്ടാകും. അതുപോലെ തന്നെ അത് വ്യൂ റിസൾട്ട്സ് എന്നുള്ളൊരു അല്ലെങ്കിൽ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാൻ സാധിക്കും. ഇവിടെ മുകളിലായിട്ട് തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സ്കൂൾ കോഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും മികച്ച സ്കോറോടുകൂടി ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു A+ന് അതായത് A ഗ്രേഡ് എങ്കിലും മിനിമം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.